ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഒരു പ്രതീക്ഷയില്ല. സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിമതനായതാണോ നിങ്ങൾ? വിമതൻ വ്ളോഗ് നമ്പർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാതിരിക്കും എല്ലാവർക്കും. വീണ്ടും ഒരു 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ മഹേഷ് നാരായണൻ ചെയ്തിരിക്കുന്ന മലയാളത്തിലെ ഈ വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളിലൊന്നായിട്ടുള്ള പാട്രിയോട്ട്, നമ്മുടെ ലാലേട്ടനും ഇക്കയും ഒന്നിച്ച് വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്ന പാട്രിയോട്ട്, പിന്നെ അവരെ കൂടാതെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, ദർശന, അങ്ങനെ ഒരു ലോഡ് ആൾക്കാരും പടത്തിൽ. ഹരികൃഷ്ണൻസിന് ശേഷം അതെ, ലാലേട്ടൻ, മമ്മൂക്ക, രാജീവ് മേനോൻ, കുഞ്ചാക്കോ ഒന്നിക്കുന്ന സിനിമയാണ് പാട്രിയോട്ട്. സോ പാട്രിയോട്ടിൻ്റെ FDFS കണ്ടു വന്നിരിക്കുകയാണ്. ഞാൻ FDFS കണ്ടു, പുള്ളി അത് കഴിഞ്ഞിട്ടുള്ള ഷോ കണ്ടു. സോ നമ്മൾ വൈകുന്നേരമാണ് നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ എടുക്കുന്നത്. സോ പടത്തെപ്പറ്റി ചോദിച്ചാൽ ഒറ്റ വാക്കിൽ സിനിമയെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ആദ്യം മുതലേ സിനിമയെപ്പറ്റി വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും തന്നെ അധികം ഇല്ലായിരുന്നു. കാര്യം ഇതിൻ്റെ പ്രൊമോഷനായാലും എല്ലാം കുറച്ച് ലോക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു രസമുള്ള പടം ആവട്ടെ എന്നുള്ളൊരു ഇതിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ട്രെയിലറൊക്കെ കാണുമ്പോഴും നമുക്കറിയാം ഇതൊരു ഒരു ഡീസൻറ്റ് പടമായിരിക്കും എന്നുള്ള ട്രെയിലറാണ് പടം. അപ്പോൾ ആ ട്രെയിലർ കാണുന്ന ആ കാഴ്ചകൾക്ക് അപ്പുറത്തേക്കൊന്നും തന്നെ നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നില്ല. ഒരു ഓക്കേയിഷ്, ഒരു ഡീസൻറ്റ് വാച്ചാണ് സിനിമ. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഒരു വലിയ ഹൈ മൊമെൻറ്റുകളോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഡീസൻറ്റ് വാച്ച്, അത്രേ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ സിനിമയെപ്പറ്റി. അല്ലേ? പിന്നെന്താണ് ചേട്ടന് പറയാനുള്ളത്? അതായത് നമ്മൾ ആ ട്രെയിലർ കണ്ടപ്പോൾ അതിന്റെ സ്റ്റോറി വൈസ് ആണെങ്കിലും എല്ലാ ട്രെയിലറിനകത്തുണ്ട്. അതിനകത്ത് വൺ ലൈൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വൺ ലൈൻ എന്താണ്, അതിനകത്ത് പെരിസ്കോപ്പിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ബട്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ച ഒരാൾ തിയേറ്ററിൽ കയറുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിസപ്പോയിന്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. ബട്ട് അല്ലെങ്കിൽ ഒരു വാച്ചബിൾ പൊളിറ്റിക്കൽ, അതെ, ഒരു ഡീസൻറ്റ് വാച്ച് ഫിലിമാണ്. അതായത് നത്തിങ് മോർ നത്തിങ് ലെസ് എന്നുള്ള ലൈനാണ്. അതായത് ഒരു ഭയങ്കര ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുമെന്ന് ചോദിച്ചാൽ അത്രയില്ല. എന്നാലും നമുക്ക് എന്നെ ബേസിക്കലി ഒരുപാട് തിയേറ്ററിൽ ഇരുത്തി മുഷിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. 3 മണിക്കൂറുണ്ടെങ്കിലും ഞാൻ കുറച്ച് എൻഗേജ് പടത്തിന് കുറച്ച് സ്പീഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ലാഗ് അടിക്കുന്ന പോലത്തെ ഫീലൊന്നും ഇല്ലാന്ന് എനിക്ക്. ഞാൻ ഓവറോൾ കണ്ടിരുന്നു പോയൊരു പടമാണ്. പക്ഷേ നമുക്കിങ്ങനെ എവിടെയും ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും. എസ്പെഷ്യലി പടത്തിൽ കുറച്ച് നല്ല ഫൈറ്റ് സീക്വൻസിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അത് ഒരു വളരെ ജനറിക് ലൈനിൽ, പിന്നെ കുറച്ച് എഡിറ്റിൽ അത് മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഇപ്പം മമ്മൂക്കയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പുള്ളി ആക്ച്വലി ആ സമയത്തായിരുന്നു തോന്നുന്നു കോംബോയിൽ അങ്ങനെയുള്ള ഒരു ചോയ്സ് എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല, മമ്മൂട്ടി ഫൈറ്റ് ചെയ്തേ പറ്റും, അതെനിക്ക് കാണണം എന്നുള്ള ഓഡിയൻസ് നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമില്ല. പുള്ളിയുടെ ഹെൽത്ത് സിറ്റുവേഷൻ ഒക്കെ നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാം ഇതൊരു മാനേജ് ചെയ്യുന്ന ഒരു പോയിന്റ്. പിന്നെ മമ്മൂക്ക തന്നെ പടത്തിൽ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് വയ്യാതിരിക്കുകയാണ്. ബട്ട് എനിക്ക് കുറച്ച് ഇതായി തോന്നിയത് കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിലിന്റെ ഫൈറ്റ് ഉണ്ട്. അപ്പൊ അതിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അത് കുറച്ചുകൂടെ അവർക്ക് വർക്ക് ചെയ്യാറെന്ന് തോന്നി. ബാക്കി ഓക്കെയാണ്. അത് തന്നെ, അതായത് ഫൈറ്റിലാണെങ്കിൽ തന്നെ ഈ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ ഒരു വലിയ ബിൽഡപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര എനിക്ക് പറയാനാണെങ്കിൽ ഈ എഡിറ്റിംഗ് ലൈൻ കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് മറ്റേ ബോൺ സീരീസ് പോലെ, അതായത് നമുക്ക് ഭയങ്കര ക്ലിയർ പിക്ചർ ഇല്ല, ഭയങ്കര ഷേക്കി ക്യാമോ. അപ്പോൾ അതും ഷേക്കി ക്യാമോ എന്ന് പറഞ്ഞാൽ വൈഡ് ഭയങ്കര കുറവാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം മീഡിയം ടു ക്ലോസ് ആണ്. അപ്പം നമുക്കിങ്ങനെ എന്താണ് നടക്കുന്നതെന്ന് ഇങ്ങനെ വ്യക്തമാകുന്നില്ല. ഈ ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് എല്ലാ മൂവ്മെന്റിനെയും ക്യാമറ വെച്ച് ഫോളോ ചെയ്യുക. അപ്പോൾ അത് പൊതുവെ അത് ബോൺ സീരീസിൽ അത് ആക്ച്വലി കൊണ്ടുവന്നു, കുറച്ച് വൃത്തിക്ക് യൂസ് ചെയ്തു. പിന്നെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന്റെ പേരിൽ ബോൺ സീരീസിനെ കുറച്ച് പേർക്ക് അത് ഇഷ്ടമല്ലാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാർ ആ ബോൺ സീരീസിനെ ഇപ്പോഴും അതിന്റെ പേരിൽ ആക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു സ്റ്റൈൽ ഫീൽ ചെയ്തെങ്കിലും നമ്മൾ ഇപ്പം പിന്നീട് അത് കൊറിയോഗ്രാഫ്ഡ് അല്ലാത്ത ആക്ഷൻ സീക്വൻസിന്റെ കുറവുകൾ മറയ്ക്കാൻ വേണ്ടി കുറച്ചധികം യൂസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ആക്ഷൻ കാണാൻ പോകുമ്പോഴത്തേക്ക് ആക്ഷൻ നമ്മളെ കാണിക്കുന്നില്ല എന്നുള്ളൊരു വൈബ് വന്നപ്പോഴാണത്. പക്ഷെ ഈ പടത്തിൽ അത്രയും എനിക്ക് തോന്നുന്നു 2-3 ആക്ഷൻ സീനുള്ളൂ. ഒരുപാട് ലെങ്തി അല്ലല്ലോ, കുറച്ചേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലോസ് ക്വാർട്ടർ ആയിട്ടുള്ള ഒരു ലിഫ്റ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ മുറിക്കകത്ത് ഒരു ഫ്ലൈറ്റിനകത്ത് അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസ് ആണ് അത്. അപ്പോൾ നമുക്ക് ആ സെറ്റപ്പ് കാണുമ്പോൾ കുറച്ച് ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സെറ്റപ്സ് ഉണ്ട്, ഒരുപാട് എന്താ പറയാ സിറ്റുവേഷണൽ വൈസ് സ്കെയിലുണ്ട് മലയാളത്തിൽ അത്ര പരിചിതമല്ലാത്ത. പിന്നെ ഇതിന്റെ മേക്കിങ്ങിലാണെങ്കിലും പേസിങ്ങിലാണെങ്കിലും നമുക്കിവിടെ പരിചയം അല്ലാത്തൊരു സ്കെയിലും ഒരു പേസിങ്ങും ഒക്കെയാണ്. ബട്ട് എസ്പെഷ്യലി ചില സീനുകളിൽ ഈ പറഞ്ഞ പോലെ ക്യാമറ മൂവ്മെന്റ്സ് സീനിന് ഒരു സ്പേസ് കൊടുക്കത്തില്ലേ. ഈ പിന്നെ ഫഹദിന്റെ ആക്ച്വലി ലാലേട്ടന്റെ ഇൻട്രോയ്ക്ക് മുമ്പ് ഒരു സീക്വൻസ് ഉണ്ട് ഇതിന് സ്ക്രീനിന്റെ അവിടെ. അപ്പൊ അവിടെ ക്യാമറ മൂവ്മെന്റും ആ എഡിറ്റും മ്യൂസിക്കും എല്ലാം കൂടെ ആ സീനിന് ഒരു പേസ് കൊടുക്കും. നമുക്കൊരു വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു തോന്നുന്ന ആ ഒരു വിഷ്വൽ പേസിങ് കൊടുക്കാൻ അത് സമ്മതിച്ചു. കുറച്ചധികം അങ്ങനെ ഒരു ഫിലിം മേക്കിങ്ങിൽ കുറച്ചധികം ഡിഫറൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് ഉണ്ട് നമ്മുടെ നമ്മുടെ കുഞ്ചാക്കോവൻ മാംഗ്ലൂര് ഒരു കടൽ തീരത്തിനടുത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി ആ ഷോട്ട് തുടങ്ങുന്നത് ഭയങ്കര ജനറിക് ഷോട്ടാണ്. അതായത് കടൽ തീരത്ത് നിൽക്കുന്ന ഒരാള് മാംഗ്ലൂർ എഴുതി കാണിക്കുക. അത് കഴിഞ്ഞാൽ ഷോട്ട് ഇങ്ങനെ തുടങ്ങി എന്താ വൈഡ് ആവുമ്പോഴാണ് പുള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പെട്ടെന്നൊരു ട്രെയിൻ പോകുമ്പോഴും എന്നിട്ട് പുള്ളി ആദ്യം വലത്തോട്ട് നോക്കുമ്പോൾ അതേ ഈ തന്നെ ക്യാമറ വലത്തോട്ട് വന്നിട്ട് പിന്നെ അത് ട്രെയിൻ ഫുള്ള് നിൽക്കണല്ലോ. ട്രെയിൻ VFX ആണ്, അല്ലെങ്കിൽ ഒറിജിനൽ ട്രെയിൻ ഇത് ഈ ടൈം ചെയ്യണമല്ലോ. അത് എങ്ങനെ ചെയ്താലും അത് അതിന്റെ ഔട്ട് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ ഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു കടൽ തീരത്ത് നിൽക്കുകയാണെന്ന് നമുക്ക് ആദ്യം തോന്നുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ബ്രേക്കായി ആ ഇത് ട്രെയിൻ വന്ന് നിൽക്കുന്നത് അത് ഞാൻ ആദ്യം വിചാരിച്ചു, ഞാൻ കണ്ടപ്പോൾ എനിക്കിത് ഒറിജിനൽ ആണോ ഇവര് സെറ്റ് ചെയ്താണോ സിനിമ ഒരുപാട് ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്ത പടമാണ്. ഒരു സ്ഥലത്ത് ശ്രീലങ്ക പോകുന്നതായിട്ട് പറയുന്നില്ല, പക്ഷെ അവർ ഷൂട്ട് ചെയ്ത് അവിടെ ആയിരിക്കും ഈ പറയുന്ന സാധനമൊക്കെ. പിന്നെ ഒരു മമ്മൂക്ക മറ്റേ ആശുപത്രി അല്ല ഒരു മറ്റേ എന്തോ ഇനി വരിക ലൈറ്റ് ഹൗസിന്റെ അവിടെ ഇവര് പോകത്തില്ല, ആ ലൊക്കേഷനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പം അങ്ങനെ അതങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു. സോ ഇതാണ് നമുക്ക് പ്രത്യേകിച്ച് പടത്തെ പറ്റി പറയാനുള്ളൊരു ഒരു ഒറ്റവാക്കിൽ നമ്മൾ കുറച്ചധികം സ്പോയിലർ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. സ്പോയിലറായിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോയെന്ന്. സോ അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ട് വന്ന് ബാക്കി വീഡിയോ കാണുക. സോ അപ്പം നമുക്ക് സ്പോയിലർ ഡിസ്കഷനിലേക്ക് കടക്കാം. എനിക്ക് പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഇതിൻ്റെ ഭയങ്കര മിക്സ്ഡ് ആയിരുന്നു. അത് പേസിങ് വൈസ് ആണെങ്കിലും പേസ് കയറും ഇറങ്ങും അങ്ങനൊരു ഫീല്. ഇത് കുറച്ച് സമയം എടുത്തതിൻ്റെ ഒരു ഇപ്പം ഇത് കുറേ കാലം എടുത്തല്ലോ. അപ്പോൾ അത് മമ്മൂക്ക തന്നെ പറയുന്നുണ്ട്, ഇനിഷ്യലി ഇതൊരു ചെറിയ പടമായിരുന്നു, പിന്നെ അത് വലുതായിക്കൊണ്ടിരുന്നതിൻ്റെ ഇപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇനിഷ്യൽ വലുപ്പത്തിലുള്ള സീൻസും കാണും, പിന്നീട് വലുതായപ്പോൾ ഉള്ള സീനും കാണും. ആ ഒരു സ്കെയിൽ ഡിഫറൻസ് ഇങ്ങനെ റൈറ്റിങ്ങിൽ ഇങ്ങനെ തോന്നിയായിരുന്നു. ഒരു സീന് ഇങ്ങനെ പിക്കപ്പ് ചെയ്യും. അപ്പം നമ്മൾ പടം ഇവിടുന്ന് പേസ് പിക്ക് ചെയ്യുമെന്ന് വിചാരിക്കും, പക്ഷേ പിന്നെയും തിരിച്ചൊരു നോർമൽ കോൺവെർസേഷൻ സീനിലേക്ക് വരും. മറ്റേ ഇവര് കാറിൽ പോകത്തില്ലേ, നീ മരിക്കുന്നോ ഞാൻ മരിക്കുന്നോ സീൻ. എനിക്ക് ബേസിക്കലി ആ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. ബട്ട് അതിനകത്ത് ഡയലോഗ്സ് എന്തോ ആ സീൻ ഷൂട്ട് ചെയ്ത് ചിൽഡ്രൻ ഓഫ് മെൻ സിനിമയില് ആ കാറിനകത്തൊരു ബട്ട് ആ ടെക്നിക് അല്ലേ ഇവർ യൂസ് ചെയ്തേക്കുന്നത്. ബട്ട് അതുപോലെ എന്തോ ഒരു ടെക്നിക്ക് ഇവരും യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ സീൻ കുറച്ചു നേരം കാര്യം അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ചാക്കോച്ചന്റെ ഹെയർ ഇല്ലേ, അത് സിജില് മറ്റേ ഇത് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ മറ്റേ മാറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായിരിക്കുന്നത് മറ്റേ അപ്പർ ബോഡി ഇല്ലേ, അതില്ല. അല്ല, ചിൽഡ്രൻ ഓഫ് മെനിലെ ടെക്നിക് അല്ല അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷോട്ടാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അപ്പർ ബോഡി കളഞ്ഞിട്ട് അതുപോലെ എന്തോ ഞാൻ കണ്ടായിരുന്നു. അതായത് ഇൻസ്റ്റയിൽ എന്തോ ഫുൾ കാരണം അപ്പർ ബോഡി കാണത്തില്ല, കംപ്ലീറ്റ് റീക്രിയേറ്റ്. അത് മറ്റേ പടത്തില് ഏതായിരുന്നു ക്യാരി ഓൺ എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഫിലിമിൽ ഒരു കാറിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ. അപ്പൊ ക്യാമറ ഇങ്ങനെ ഒരു സിംഗിൾ ടേക്ക് പോലെ ഇതിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും, ഭയങ്കര ആംഗിൾ. അപ്പൊ നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്തു, അതിനകത്ത് തന്നെ ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിൽ നിന്ന് വരുന്ന. അതെ, അതും ഈ ചിൽഡ്രൻ ഓഫ് മെന്റെ സീൻ അങ്ങനല്ല. അതിനകത്ത് ക്യാമറ ഒരു സിംഗിൾ ടേക്ക് പോലെ ക്യാമറ അത് ഫുൾ കുറച്ചുകൂടെ ഒരു വിസറൽ ഫീൽ ഉണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ CG എലമെന്റുകൾ ഉണ്ട് അതിനകത്ത് ഉണ്ട്. പക്ഷെ ഇവരിങ്ങനെ മറ്റേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണല്ലോ. ഇവര് എല്ലാ സീനിയർ ആക്ടേഴ്സ് ഒക്കെ ആയതുകൊണ്ട് ഇവര് സീറ്റിൽ ഇങ്ങനെ കമന്ന് കിടക്കുക, ക്യാമറ ഫുൾ ടൈം ചെയ്യണല്ലോ. അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ. അതെ, ആ ഷോട്ടിനെ പുതിയ ടെക്നിക്ക് യൂസ് ചെയ്തവർ ഈസി ആക്കി. അത് നല്ല സാധനമാണ്. അത് പടം ഒരുപാട് പേര് ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന സാധനമാണ്. അതെ, കുറച്ചധികം മോഡേൺ ഫിൽം മേക്കിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്
പടത്തിൽ നിന്ന് അതിന്റെ ശ്രദ്ധയെ മാറ്റാത്ത രീതിയിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. അതായത് ഇത് കൊള്ളാലോ പരിപാടി അങ്ങനെയൊന്നല്ല, ഇതിങ്ങനെ പടത്തിന്റെ പേസിനകത്ത് ഇതൊക്കെ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, കുറെ നല്ല പരിപാടികൾ പടത്തിന്റെ പേസിനകത്ത് പോകുന്നുണ്ട്. ബട്ട് എനിക്ക് പേസ് കുറച്ച് എപ്പോഴെങ്കിലും ഒക്കെ പിക്കപ്പ് ചെയ്യാറെന്ന് തോന്നിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര തോന്നുന്നത് ഇത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്യാണ്. അപ്പം ഈ സിനിമയിൽ ഈ മീറ്ററിൽ മാത്രമേ സഞ്ചരിക്കൂ. അതായത് ഇത് തിയേറ്ററിൽ ഒരു വലിയ കൂട്ടം ഓഡിയൻസ് കാണുന്ന സിനിമയാവും. അപ്പം ഞാൻ മഹേഷ് സാറിൻ്റെ ഇൻ്റർവ്യൂസ് മൊത്തം കണ്ടപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇതിൽ ആക്ച്വലി അപ്പോൾ ഫാൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാൻ സർവീസ് സാധനങ്ങളൊന്നും തന്നെ ഇല്ലയെന്ന് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള ഇതിനകത്ത് തന്നെ കഥയുടെ ഭാഗമായി നടക്കുന്ന ഈ എലമെൻറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ ഈ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോഴും അതൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ ഫാൻ സർവീസുകളില്ല, പക്ഷേ സ്റ്റിൽ അവർക്ക് എൻജോയ് ചെയ്യാനോ കൈയടിക്കാനോ ഉള്ള എലമെൻറ്റുകൾ ഇതിൽ ഉണ്ട് എന്ന് പുള്ളി പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഒരു കൺഫ്യൂസിങ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷെ പുള്ളി നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും വരുന്നു. അപ്പം ഇവരെ നോർമലായിട്ട് ട്രീറ്റ് ചെയ്യാനും പാടാണല്ലോ. ഇവർ രണ്ടും വന്ന് ഇപ്പൊ ആ കൈ രണ്ടുപേരും കൊടുക്കുന്ന ആ ഷോട്ട് എന്ന് പറയുന്നത് അവർക്കത് ഷൂട്ട് ചെയ്യാൻ പറയാം, വേറൊരു അർത്ഥം. അതെ, അത് ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ ചില ഡയലോഗുകൾക്കൊക്കെ കുറച്ച് നമുക്ക് മെറ്റാ റെഫറൻസ് തോന്നും, അങ്ങനെ സാധനങ്ങൾ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു തന്നത് എനിക്ക് അതായത് നമ്മളിപ്പോൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം ഈ പോയിന്റിൽ ഇവിടുന്ന് നമുക്കൊരു നല്ലൊരു ഇമ്പാക്ട്ഫുൾ സീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു നല്ല ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടാവും എന്ന് തോന്നുന്ന എലമെൻറ്റുകളൊന്നും തന്നെ പടത്തില്ല. എല്ലാത്തിൻ്റെ മീറ്റർ ഹൈ ആവാതെ ഒരു താളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ വൗ എന്ന് തോന്നുന്നൊരു സംഭവം ഇല്ലാത്തതിൻ്റെ ഒരു വലിയ എനിക്ക് തോന്നുന്നു ഈ കുറച്ചധികം തെറ്റിദ്ധാരണയുണ്ട്. ഈ ഗ്രൗണ്ടഡ് ആക്കുന്നതിന്റെ അർത്ഥം ഒരു എക്സൈറ്റ്മെന്റും ഇല്ലാത്ത അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. അത് എല്ലാവരും പറയുന്നത് ഗ്രൗണ്ടഡ് സിനിമ. പക്ഷെ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇത് ഗ്രൗണ്ടഡ് സിനിമയാന്ന് തോന്നിയില്ല. ഇതിനെ ഭയങ്കര റിയലിസ്റ്റിക് പടം എന്നങ്ങനെ പറയാൻ പറ്റും. ഇത് ഭയങ്കര പ്രോപ്പർ സിനിമാറ്റിക് ആണ്. ബട്ട് ഇതിന്റെ പേസിങ്ങും കുറച്ച് പതിഞ്ഞ താളത്തിലാണിത്. അങ്ങനെയാണ് ഇവർ ഗ്രൗണ്ട് ആക്കിയത്. സ്ക്രിപ്റ്റിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാതെ അങ്ങനെ ഇഷ്യൂ. അതായത് എനിക്ക് കണ്ടോണ്ട് തോന്നിയതാണ് ഇപ്പൊ ഈ സിനിമയിലെ ഇപ്പൊ ആക്ഷൻ സീക്വൻസുകളെ പറ്റി പറഞ്ഞില്ലേ, ആ സീക്വൻസുകൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്തതിൽ തന്നെ ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു ടേക്ക് അവേ ഉണ്ട്. എന്താ എടാ നമ്മൾ കുറച്ചൊരു സ്റ്റൈലിഷ് ആക്ഷൻ പടം കണ്ടൊരു ഫീല് നമുക്ക് കിട്ടിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് പറയുന്നത് എനിക്ക് മലയാളത്തിൽ നല്ലൊരു ചേസ് സീക്വൻസ് ഇതിന്റെ മറ്റേ ആ ഒരു രണ്ട് ഇന്ത്യൻ ബ്രാൻഡുകളുടെ ചേസ്, മറ്റേ മഹീന്ദ്ര ടാറ്റ ചേസ് പോലെ ആ സാധനത്തിന്റെ സെറ്റപ്പ്, അതായത് അത് റൈറ്റിങ്ങിലാണോ അതോ ആക്ഷൻ കൊറിയോഗ്രാഫറിന്റെ ഇവിടെ നിന്നുള്ള ഇൻപുട്ടാണെന്ന് അറിയത്തില്ല. മറ്റേ ആ കൺസ്ട്രക്ഷന്റെ ഇടയിൽ കൂടി ഈ രണ്ട് വണ്ടിയും പോകുന്നു. ആ സെറ്റപ്പ് വരെ ഞാനത് ഇത് പൊളിക്കും. പക്ഷെ അതിന് ശേഷം അത് യൂസ് ചെയ്യാത്തൊരു ചേസാണ് നമുക്ക് കിട്ടിയത്. അതിലെ എഡിറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിൽ കുറച്ച് കാര്യം, അതായത് ഇവര് വണ്ടി പോയിട്ട് ഈ രണ്ട് വണ്ടിയും ഫേസ് ടു ഫേസ് നിൽക്കും, ഭയങ്കര ലെങ്ത്. അപ്പൊ ഞാൻ ആലോചിച്ചാൽ ഇത് ജസ്റ്റ് എഡിറ്റിൽ നമ്മൾ കാണുമ്പോൾ ഇവർ ബ്രേക്ക് ഓടുന്നു, ജസ്റ്റ് ഇങ്ങനെ നിൽക്കേണ്ട സാധനം ഒരുപാട് ലെങ്തിൽ പോയി. ഞാൻ ആലോചിച്ചത് എന്താ ഇങ്ങനെ അത് വളരെ ക്ലീൻ. ഇതിപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ വിശ്വസിച്ചോളും. ഇവർ ബ്രേക്ക് ചെയ്ത് മറ്റൊരു കുറച്ച് ഫ്രണ്ടിൽ പോയാണ് ബ്രേക്ക് ചെയ്തെന്ന് ചിന്തിച്ചോളും എന്നുള്ള ലൈനിലാണ് ഇവർ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് കാണുമ്പോൾ ഈ ഭയങ്കര ലെങ്ത് നമ്മൾ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഷോട്ട് കട്ടായി പോയെന്ന് തോന്നുന്ന പോലെ. ഈ ലിയോയിലൊരു ചേസ് സീക്വൻസ് ഇല്ലേ, ആ സീക്വൻസിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് കാറ് വരും. അവസാനം എത്തുമ്പോൾ 4 കാറേ ഉള്ളു. പക്ഷേ ഇവർ വിജയ് ആക്ച്വലി പൊളിക്കുന്ന കാറുകൾ, അതായത് വിജയ് ഈ വന്ന് മറ്റേ വെടിവെക്കുകയും അല്ലാതെ അതിനകത്ത് കയറി ഇരുന്ന് ഇടിച്ച് നടക്കുന്ന കാറെല്ലാം കഴിഞ്ഞാലും പിന്നെയും ആ 4 കാറ് കാണിക്കുന്ന തൊട്ട് മുമ്പ് കുറച്ച് മൾട്ടിപ്പിൾ കാർസ് ഒരു ഷോട്ടിൽ വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കട്ടിൽ 4 കാറുള്ളൂ. അപ്പോൾ അത് മനോജ് പരമാംസ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് കൂടിയതുകൊണ്ട് അവരത് ട്രിം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ആ തോട് ഇവിടെ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്, എന്തെങ്കിലും ട്രിമ്മായി പോകണ്ടോ ഇല്ല. അപ്പം കറക്റ്റ് അവർ ബ്രേക്ക് ചെയ്തു, മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് തൊട്ട് ഫ്രണ്ടിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് വളരെ ലെങ്തിലാണ്. മാത്രമല്ല ഈ മറ്റേ ആക്ഷൻ, അതായത് ഇതിന് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ഡൗട്ട് വരില്ല. ഇത് നമുക്ക് ആക്ടേഴ്സിനെ വെച്ച് ഇതിനെ ഹാൻഡിൽ ചെയ്യണോ അതോ മറ്റേ പ്രോപ്പർട്ടീസ് ഈ കാറുകളുടെ ആക്ഷൻസ് വെച്ച് ഹാൻഡിൽ ചെയ്യണോ. അപ്പം പല ഇതിന്റെ കുഞ്ചാക്കോവൻ ഡ്രൈവ് ചെയ്യുക. അപ്പൊ കുഞ്ചാക്കോവന്റെ റിയാക്ഷനിൽ നിന്നാണ് എന്തോ അപകടം സംഭവിക്കുക. അത് നമ്മളത് കാണുന്നില്ല. കുഞ്ചാക്കോവൻ അയ്യോ എന്ന് വെക്കും. അത് നമ്മുടെ പഴയ ഓൾഡ് ഫിലിം ടെക്നിക് ആണല്ലോ. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കെയിൽ വൈസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ആൾക്കാരുടെ റിയാക്ഷൻസിൽ നമ്മൾ ആ ഇമ്പാക്ട് കൊടുക്കാൻ ശ്രമിക്കുമല്ലോ. ബട്ട് എനിക്ക് തോന്നി ഈ 3 ആക്ഷൻ സീനുണ്ട്. ഈ 3 ആക്ഷൻ സീൻസ് കുറച്ചുകൂടെ വെൽ ഷോട്ട് ആൻഡ് ഹാൻഡിൽഡ് ആയിരുന്നെങ്കിൽ, ഈ പേസിംഗിൽ അല്ലാത്തൊരു പേസിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പടത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾക്ക് കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ഓഡിയൻസിനും അതൊരു ഭയങ്കര ഹൈ മൊമെന്റ് തിയേറ്ററിൽ കിട്ടുമായിരുന്നു. ആ റൈറ്റിംഗ് ആ സെറ്റപ്പ് ഉണ്ട്. അതാ പറഞ്ഞത്. അത് ഞാൻ കണ്ടപ്പോൾ
സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ കണ്ട തിയേറ്ററിൽ ആ സീനിൽ ഒരു മനുഷ്യൻ അനങ്ങില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സീനായിരുന്നു. അതായത് മമ്മൂക്ക അതിനകത്തപ്പം നമുക്ക് ശരിക്കും സിനിമയിൽ നമ്മൾ കാണുന്ന ആ ഹീറോയിക് എലമെൻ്റ്, പക്ഷേ തിയേറ്ററിൽ ഭയങ്കര സൈലൻസ് ആയിരുന്നു. അതെനിക്ക് ഞാൻ ആലോചിച്ച് എന്താണ് ഇത് മമ്മൂക്ക ചെയ്യുന്നതുകൊണ്ടാണ് അവർ കൈയടിക്കാത്തത്, അങ്ങനത്തെ ഒരു നമുക്കത് ഭയങ്കര. കാരണം ടു ബി ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ പടം കാണാൻ വന്ന മെജോറിറ്റി ഓഫ് ആൾക്കാരും മോഹൻലാലിൻ്റെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് തിയേറ്ററിൽ കാണാനുണ്ട്. അതായത് ലാലേട്ടൻ്റെ എൻട്രി എപ്പോൾ വരും, ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാവും, ഇൻ്റർവെല്ലിന് വരുമെന്നൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നവരാണ്. ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർ പറയുന്നത് ലാലേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ മോഹൻലാൽ വരുന്ന ആ ഒരു സീനിലായിരുന്നു തിയേറ്ററിൽ ഒരു ഭയങ്കര ബഹളമുണ്ടാകുന്നത്. അതായത് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് ലാലേട്ടനുണ്ട്. ഈ ട്രെയിലറിനകത്തും ഉണ്ടായിരുന്നു. അത് ട്രെയിലറിൻ്റെ റിയാക്ഷനിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ലാലേട്ടൻ എൻട്രിയിലാണ് അവരുടെ റിയാക്ഷൻ ഉണ്ടാവും. കാരണം ലാലേട്ടനാണ് ഒരു എൻട്രി പോയിന്റ് കൊടുക്കുന്നത്. അതായത് ഫൗജി വരും, പിന്നെ തുടക്കം മറ്റേ പിള്ളേർ ഒരു വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ നെയിം നേരത്തെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേർ ലാലേട്ടന്റെ വീട്ടിലാണ് പോയി വീഡിയോ എടുത്തെന്നുള്ളൊരു ഇത് കിട്ടും. എന്നാലും അത് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് ജസ്റ്റ് ഭയങ്കര അതിൻ്റെ ഒരു ഇത് ലൈനിലേക്ക് പോവല്ലേ. അപ്പം ഈ എവിടെയാണ് ലാലേട്ടൻ വരുന്നത് എന്നുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ. അപ്പം എനിക്ക് ഇൻ്റർവെല്ലിൽ ആ സീക്വൻസ് കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ. അത് ഇപ്പം മമ്മൂക്കയെ നമുക്കറിയാം, ഈ പടത്തിന് ഷൂട്ടിങ്ങിനാണ് പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടാകുകയും ഇടയ്ക്ക് ഷെഡ്യൂൾ ഒരുപാട് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്തിട്ട് ആ ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്ന സമയത്ത് അത് എഡിറ്റിൽ കുറച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം സ്റ്റിൽ ഞാൻ കാണുമ്പം ഇത് തെറ്റില്ലല്ലോ, ഇങ്ങനൊരു സെറ്റപ്പിൽ നമ്മൾ ഫൈറ്റ് മലയാള സിനിമയെ കണ്ടിട്ടില്ല, ചുമ്മാ ഓക്കെ നമുക്ക് ആ പേരിൽ അത് കാണാമല്ലോ എന്നുള്ള ലൈനിൽ നിന്നിട്ടും തിയേറ്ററിൽ ഒരു മനുഷ്യനെ അനങ്ങുന്നില്ല. അപ്പോൾ അതിന് മ്യൂസിക് സുഷിൻ ശ്യാമിൻ്റെ ബീജം നല്ല വർക്കായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് തണുപ്പൻ മട്ടായിരുന്നു മൊത്തത്തിൽ. കാരണം നമുക്കിങ്ങനെ മറ്റേ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും പേര് ബിൽഡ് ചെയ്ത് ഒരു ഹ്യൂമങ്കസ് സീൻ എന്നുള്ളൊരു പരിപാടി ഇല്ലല്ലോ. ഇതിനകത്തിപ്പം നമ്മൾ കഥ പറഞ്ഞു പോവുക, സീൻ ടു സീൻ ഇങ്ങനെ. ഈ 3 മണിക്കൂർ എടുത്ത് ഒരേ കാര്യം കുറച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പെരിസ്കോപ്പിനെ കുറിച്ച് ആദ്യത്തെ ഒരു 15 മിനിറ്റ് പറഞ്ഞത് തന്നെയാണ് അവസാനവും. പെരിസ്കോപ്പ് നിങ്ങൾക്ക് ഞാനിപ്പോൾ റിവീൽ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പെരിസ്കോപ്പ് എന്താണെന്നും. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാത്തൊരു സംഭവമൊന്നുമല്ല. ഒരു കമ്പനി അവരുടെ ലാഭത്തിന് വേണ്ടി ഒരു പ്രൈവസി ബ്രീച്ച് നടത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നു. അപ്പോൾ അതിന് കുറച്ച് പേർക്ക് അതിൽ ബാധിക്കുന്ന സാധാരണക്കാർ. അപ്പൊ ഇതിനകത്ത് പക്ഷെ സാധാരണക്കാരന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇല്ല. അതായത് എസ്പെഷ്യലി ആ കുട്ടിയുടെ കഥയില്ലേ, ഈ കഥ തുടക്കം പോലും പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവരുടെ കാഴ്ചപ്പാട് കിട്ടുന്നില്ല. നമുക്ക് അവരുടെ കാഴ്ചപ്പാടില്ല, നമ്മൾ അവരെ സ്ക്രീനിൽ കാണുന്നില്ല. അവരെ സ്ക്രീനിൽ കാണുന്ന അവസാനം. അപ്പം നമ്മുടെ ക്ലൈമാക്സ് ഏരിയ എന്ന് പറയുന്നത് ഈ കുട്ടിയെ സേഫ് ആക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിൽ ആ കുട്ടിക്ക് ഗാർഡ് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ നിർത്തുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ആ കുട്ടിയുടെ ക്യാരക്ടറിനെ പറ്റിയോ അല്ല അവരുടെ സ്റ്റോറിയോ നമുക്ക് ഒട്ടും അറിയത്തില്ല. ഇവർ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു റാൻഡം ഒരു കേസ് എന്നുള്ള ലൈനിലാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സീക്വൻസ് എത്തുമ്പോൾ ഇവിടെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താണ്, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും സമയം നമുക്ക് ഇതൊരു ഭയങ്കര നല്ല സെറ്റപ്പായിട്ടും. പിന്നെ എനിക്ക് ഇതിന്റെ ഈ പെരിസ്കോപ്പിന്റെ സ്കെയില് മനസ്സിലായില്ലേ. ഈ നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ മോശമാണ്, അത് അഗ്രിയബിൾ ആണ്. ബട്ട് എന്തുമാത്രം ഇത് നാശനഷ്ടം വിതച്ചു എന്നുള്ളൊരു സ്കെയിൽ നമുക്ക് കിട്ടുന്നില്ല. ഒരു കുട്ടിയാണ് ഇതിനെതിരെ വന്നതായിട്ടാണ് പറയുന്നത്. ബട്ട് അങ്ങനെ അത്രയും ചെറിയൊരു കേസ് എന്തോ മനസ്സിലായില്ല. അതായത് ഒരുപാട് പേര് ബാധിക്കപ്പെട്ടാലും പറയാൻ ധൈര്യത്തോടെ വന്നത് ഒരാളാണ് കുട്ടി എന്നുള്ള. അപ്പം കമ്പനി അത്രയും വലിയ നാശനഷ്ടം വിധിച്ചൊരു കമ്പനിയാണെങ്കിൽ അത്രത്തോളം തിരിച്ചടി ഒരു എന്തോ അതിന് പറയുന്ന റിബല്യൻ അത്രയും പേര് തിരിച്ചു വരുന്ന ഒരു കൂട്ടം ഉണ്ടാവണം ഇതിനകത്ത്. ഇപ്പം മറ്റേ സ്വയം സെറ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ സ്ക്രിപ്റ്റ് ഇത്രയും വലിയ പരിപാടികളാണെന്ന് പറഞ്ഞാൽ സ്വയം സെറ്റ് ചെയ്ത് അതിന്റെ വെയിറ്റിൽ തന്നെ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്. കാരണം ഒരു മന്ത്രിക്കെതിരെ ഒരു ആരോപണം നടത്തിയ ഒരു യൂട്യൂബ് ചാനൽ, പിന്നീട് അതിന്റെ കോൺസിക്വൻസ് മമ്മൂട്ടി എന്താ ഫേസ് ചെയ്യുന്നതെന്ന് അതിനകത്ത് പറയുന്നില്ല. അതായത് പുള്ളി 1 year ആയിട്ട് പുള്ളി പുറത്ത് നിൽക്കുകയാണ്. അല്ല അതല്ല, ലാസ്റ്റ് മറ്റേ JPക്കെതിരെ ഒരു സാധനം JP അറസ്റ്റ് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ടൊരു കോൺസിക്വൻസ് ആ ചാനലിൽ ഉണ്ടാവണല്ലോ. ചാനൽ ബ്രീച്ച് എന്തുവാണ് അതിന്റെ ആ കോൺസിക്വൻസിലേക്കൊന്നും പോയില്ല. മന്ത്രിയെ പറ്റി പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിന്നെ മീഡിയ മുതൽ അവന്റെ പുറകെ പോകുമല്ലോ എന്നുള്ള ലൈൻ. പോലീസുകാരൻ ആ ലൈനിലും പോകണമല്ലോ ഒരു ടീം. നമ്മൾ ഇതെന്താ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. എനിക്ക് അതുപോലെ ആദ്യം ഈ പറഞ്ഞ പോലെ പുള്ളി ഇങ്ങനെ ഒരു വിസിൽ ബ്ലോവർ ആയി മാറുന്നു, പിന്നെ പുള്ളി ഇവിടുന്ന് പുറത്തേക്ക് പോയില്ലേ. അപ്പം ഞാൻ ആലോചിച്ച് ഈ ക്യാരക്ടർ പുറത്തേക്ക് പോകുന്നത് അവർക്കറിയാം ഇയാൾ പ്രശ്നമാണ്. അപ്പോൾ ഇവർ യൂഷ്വലി ഇത് ഇത്രയും വലിയ ആൾക്കാരാണ്, എന്തുകൊണ്ട് അവിടെ ഒരിക്കലും പുള്ളി അവിടെ ഭയങ്കര സേഫാണ്, പുള്ളി അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ വിസിൽ ബ്ലോവർ അല്ലേ, മറ്റേ ഇതിന്റെ
വിക്കിപീഡിയയുടെ അല്ലല്ലോ, വിക്കിപീഡിയ അല്ല, സോറി എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ശരിക്കുള്ള ഒരാളുണ്ട്, പുള്ളി റഷ്യയിലാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാനത് കുറേ സംഭവം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇത് രാജ്യവും ജോഗ്രഫി എല്ലാം തമ്മിൽ ഇങ്ങനെ മിക്സ്. അപ്പം അങ്ങനൊരു കേസ് ഉണ്ട് ഓൾറെഡി. പുള്ളി വേറൊരു രാജ്യത്ത് വളരെ സേഫാണ്, അവിടെ ഇരുന്ന് ഇൻ്റർവ്യൂവും പരിപാടികളൊക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് പുള്ളിക്ക് തിരിച്ച് നമ്മുടെ മറ്റേ പുള്ളി ചെയ്ത പോലെ, ആരാ നമ്മൾ വിജയ് മല്യൊക്കെ ചെയ്ത പോലെ ആ ഇവിടുന്ന് പോയിട്ട് പുള്ളിക്കാരൻ വേറെ മറ്റേ ഇത് കേസൊക്കെ തീരുന്നതിന് മുമ്പ് പുള്ളി പിന്നെ വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലും കേസായിരിക്കും. ബട്ട് ഇവിടെ കുറേ സ്ഥലത്ത് ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയത് ഈ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഓൾറെഡി ഒരു വിസിൽ ബ്ലോവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചർച്ച വേറൊരു ലൈനിൽ പോയിട്ട് പിന്നെ മെയിൻ സ്റ്റോറിലേക്ക് വന്നാൽ മതിയായിരുന്നു. ഇപ്പം ഈ പെരിസ്കോപ്പിന്റെ കേസുകളൊക്കെ ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റ്, ഈ പടത്തിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയ ഏക നെഗറ്റീവ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ആ ഒരു സ്ക്രിപ്റ്റിൽ കുറച്ചധികം ഇങ്ങനെ 3 മണിക്കൂർ എടുത്ത സാധനത്തിനെ ഇവരൊന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടി ടൈറ്റർ സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ഈ പേസിങ്ങിന്റെ ഇഷ്യൂ ഒന്നും വരത്തില്ല. ഇപ്പം ആക്ഷൻ സീൻസ് എടുത്തപ്പോഴും കുറച്ചുകൂടെ ടൈറ്റ് ആക്കിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പേട്രിയറ്റ് ആരും ഈ ട്രെയിലർ കണ്ടിട്ട് ഒരു കൊമേഴ്ഷ്യൽ ലെവൽ മറ്റേ മാസപടം പ്രതീക്ഷിക്കത്തില്ല. ഇല്ല, അത് ട്രെയിലർ കാണുന്ന എല്ലാ ഓഡിയൻസിൻ്റെ ഉള്ളിലേക്കും ഡയറക്റ്റ് പരിപാടി വന്നു, ഇതാണ് പരിപാടി എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ മാസ് പടം പ്രതീക്ഷിച്ചാലും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ അതുകൊണ്ട് തന്നെ പടം കഴിഞ്ഞിറങ്ങിയ തിയേറ്റർ റെസ്പോൺസ് ഒരുപാട് പേര് ഇതൊരു മഹേഷ് നാരായണ ചിത്രം എന്ന് പറയുന്നുണ്ട്. അപ്പം മഹേഷ് നാരായണൻ്റെ സിനിമകൾ എങ്ങനെയാണോ ആ ഒരു മീറ്ററിലായിരിക്കും ഇതിനെ ആൾക്കാർ കാണുന്നത് എന്നുള്ളത് ഒരു നോർമൽ ഓഡിയൻസിനും അങ്ങനെ തന്നെ അവർ ചിന്തിച്ചാണ് തിയേറ്റർ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ബട്ട് സ്റ്റിൽ അതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു പലരും ഡിസപ്പോയിൻ്റ് ആയിരിക്കുന്നത്. ഇപ്പം ഞങ്ങളും ഡിസപ്പോയിൻ്റ് ആയത് തമ്മിൽ ഭേദം എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ വർക്കായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന ലാലേട്ടൻ എലമെന്റ് ഇൻട്രോ രസമുണ്ടായിരുന്നു. ബട്ട് ഈ ലാലേട്ടൻ എലമെന്റ് ഈ പറയുന്ന പോലെ പടം ഇങ്ങനെ കേറുന്നില്ല. അതായിരുന്നു മെയിൻ. അതായത് ഒരു ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ക്ഷീണം ഫീൽ ചെയ്യും ഇങ്ങനെ അല്ലേ. പക്ഷെ എന്താ പറയാ, ബോറിംഗ്, മോശം. അതാണ് അതിന്റെ കുഴപ്പം. അതായത് നമ്മളിങ്ങനെ നമ്മളുടെ പ്രതീക്ഷയുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് തോന്നുന്നത്. നമ്മള് കുറച്ചുകൂടെ വേണം എന്ന് തോന്നുമ്പോഴും പടം ഇല്ല, നമ്മുടെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ലൈനാണ്. അതായത് ബേസിക്കലി പടം ഭയങ്കര ബോറിംഗ് പടമോ അല്ല, അങ്ങനൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് വാച്ചബിൾ ഫിലിമാണ്. നമുക്ക് നമ്മൾ ഡിസപ്പോയിന്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന ഡിസപ്പോയിന്റിംഗ് പടങ്ങൾ മോശം പടങ്ങളല്ല, പക്ഷെ നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചതിന്റെ ഒരു പ്രതീക്ഷിച്ചതെന്ന് ചോദിക്കും. അല്ല, നമ്മളത് ടീച്ചറിന്റെ ഒക്കെ കണ്ടപ്പോൾ ഒരു ഹീറ്റ് പോലെ ഇവര് തമ്മിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീനില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇവര് ഓപ്പോസിറ്റ് വരണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇവർ രണ്ടുപേരും തമ്മിലുള്ള വരികയാണ് ഇത്രയും വർഷത്തിന് ശേഷം. അവര് നമുക്കൊരു ഭയങ്കര ഒരു നല്ല സീൻ, ഒരൊറ്റ നല്ല സീൻ ഉണ്ടെങ്കിൽ ഇത് മറ്റേ ഇവരുടെ പടവും ഇതിന്റെ മാർക്കറ്റിംഗും തമ്മിൽ ഒരു ചേർച്ചക്കുറവുണ്ട്. അതായത് ഇവര് മാർക്കറ്റിംഗിന് യൂസ് ചെയ്ത പ്രൈമറി എലമെന്റ് ഇത്ര വർഷത്തിന് ശേഷം ലാലേട്ടൻ മമ്മൂക്ക ഒന്നിക്കുന്നതാണ്. ബട്ട് ഒന്നിച്ചിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ്. അതായത് ഇപ്പം ഏത് പടം, ഇപ്പം ഹരികൃഷ്ണൻസിന് ഒരുപാട് നെഗറ്റീവ്സും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് രണ്ടുപേരും ഉള്ള ഇപ്പോഴും നമ്മൾ കണ്ട് ചിരിക്കാം, അല്ലെങ്കിൽ ഇവരെന്തിനു ഇത് ചെയ്യുന്ന എങ്ങനെ വേണേ ചിന്തിച്ചാലും നമുക്ക് ഓർത്തിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ബട്ട് ഈ സിനിമ കഴിയുമ്പോഴത്തേക്കും ഇവര് ഒരുമിച്ചുള്ള, പക്ഷെ പറയേണ്ട ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു മോഴ്സ് കോഡിലുള്ള ആ സംഭവം ഭയങ്കര നല്ല സാധനമായിരുന്നു. അത് ഞാൻ ആ ലൈറ്റ് മിന്നുന്നതിന് മുമ്പ് ഒരു ഫാദർ ഇൻട്രോ എടുക്കുമല്ലോ, ഇവർ അതിനു മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അപ്പോൾ ഈ ലൈറ്റ് മിന്നുമ്പോൾ അവർ ഇത് മോഴ്സിന്റെ പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ ലാലേട്ടനെ കാണിക്കുന്നു. എന്നിട്ടും ഒരു റെസ്പോൺസ് ഇല്ലാതെ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത പടത്തിൽ ഇറക്കാം, ഇവര് വിട്ടുപോയെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ കറക്റ്റ് ഇത് മോഴ്സ് കോഡ് അതിന്റെ ഒരു പരിപാടി ഉള്ളായിരുന്നു. പക്ഷെ അത് അതേ ടെക്നിക്ക് വീണ്ടും റീയൂസ് ചെയ്ത സീൻ അത്ര. അതെ, ആ സീൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു OTT റിലീസിന് ശേഷം ചിലപ്പോൾ ഒരു മീമായിട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് പടം കണ്ടോണ്ടിരുന്നപ്പോൾ തോന്നിയത്. ലിഫ്റ്റ് തട്ടിയ ലൊക്കേഷൻ ആണ് ലിഫ്റ്റ് ഇങ്ങനെ ഇടിക്കുന്ന ഒരു അത് സ്പോയിലറാണ്, ഞങ്ങളത് നമ്മൾ പറയുന്നില്ല. അത് ആക്ച്വലി ലാലേട്ടൻ ഫാൻസ് ഡിസപ്പോയിൻറ്റഡ് ആവുന്ന ഒരു സീനായിരിക്കും. കാര്യം അത് എനിക്ക് മനസ്സിലായത് തിയേറ്ററിൽ വരുന്ന ഒരു ലാലേട്ടനെ കാണാൻ വരിക, അതായത് മറ്റേ റഹീം മാലിക് എന്ന് പറഞ്ഞ റഹീം മാലിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാണാനുള്ള ആളുകൾ വരുന്നത് ലാലേട്ടനെ കാണാൻ. അപ്പോൾ ആ ലാലേട്ടൻ്റെ ക്യാരക്ടറിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ബേസിക്കലി അത് കുറച്ച്, ഞാനത് ആ സീൻ വന്നപ്പോൾ എനിക്ക് തിയേറ്ററിൽ മൊത്തത്തിൽ കുറച്ച് ആൾക്കാരെല്ലാം കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആവുകയും ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഷേ എന്നുള്ള സാധനം തിയേറ്ററിലുണ്ടായിരുന്നു. ബട്ട് അത് ഓൾറെഡി പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച്
അതിനെപ്പറ്റി കിംവദന്തിയല്ലേ? കിംവദന്തികൾ നമ്മൾ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളതിന് പ്രിപ്പയർഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോഴും നമുക്ക് അവിടെ അതൊരു എന്താണത് അതിൻ്റെ അതുപോലെ എനിക്ക് ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെയാവുമെന്ന് അറിയാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ് മമ്മൂക്കയുടെയും സെറീനല്ലേ സെറീൻ്റെയും റിലേഷൻഷിപ്പ്. ആ ഒരു ഏജ് ഡിഫറൻസ് എങ്ങനെയാണ് ആളുകൾ അതായത് പണ്ട് തൊട്ടേ ഉള്ളൊരു ചീത്തപ്പേരാണല്ലോ സ്റ്റാർസിന് വളരെ യങ്ങായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള. അത് ഇപ്പം ഈ മാസപ്പെടുത്തി മാത്രമുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള സിനിമകളിലത് ഓക്കെയാണോ, എന്താണ് അതിൻ്റെ അത് ഞാൻ കുറച്ച് നേരമായിട്ട് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ തുടങ്ങിയപ്പോൾ ഉള്ള രീതിയല്ല, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർ ലിവിങ് ടുഗദർ ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പം അതിലേക്ക് വേറൊരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അത് ജസ്റ്റ് പുള്ളിക്കാർ വന്നിട്ട് ഞാൻ വൈഫാണെന്ന് പറയാം, പിന്നെ അത് ഇതിപ്പോ വൈഫായെന്ന് നമ്മൾ ആയിരിക്കും. പക്ഷെ അത് എങ്ങനെയാണ് അത് ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. ബട്ട് അത് എന്തുകൊണ്ട് ആ ഒരു യങ് ആക്ട്രസിനെ കാസ്റ്റ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ, അത് എന്താണ് അതിന്റെ മോട്ടീവ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നല്ല, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടോ. ഇപ്പം ബാലയ്യയുടെ ഓപ്പോസിറ്റ് ഒരു 25-കാരി വരുമ്പോഴത്തേക്കും അത് ചർച്ചയാവുന്നുണ്ട്. അവിടെ പ്രശ്നമാണ്. അല്ല, അവിടെ കൂടുതലും ഈ ബാലയ്യ അഭിനയിക്കുന്നത് 35-കാരനായിട്ടാ. അവിടുത്തെ ചർച്ചയാകുന്ന സംഭവം എന്ന് വെച്ചാൽ ബാലയ്യയും ആ നായികയും കൂടെ ഭയങ്കര കുറച്ചധികം നമ്മൾ കാണുമ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആകുന്ന രീതിയിൽ സീനുകളും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ബേസിക്കലി ഞാൻ ആ സൈഡ് ചിന്തിച്ചതേ ഇല്ല. കാര്യം എന്താ വെച്ചാൽ അല്ല, ഞാൻ പറയുന്നത് സീൻസിന്റെ അല്ല, പക്ഷെ എടുത്തു പറയുന്നത് എന്തുവാ 75 to 35 അത് ആ ഏജാ എടുത്ത് പറയുന്നത്. അതായത് 35-കാരനായിട്ട് അഭിനയിച്ചല്ലോ ബാലയ്യ എന്നുള്ള പോയിന്റ് അല്ല. ഇതിപ്പം 75 വയസ്സുകാരന് 30 വയസ്സുകാരി നായികയായിട്ട് അഭിനയിക്കുന്നത്, അങ്ങനെ ആ ഒരു പോയിന്റ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് അങ്ങനെ ആ പോയിന്റ് വെച്ചിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ എന്ന് പറയാം. എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ പടം കണ്ടു, പടത്തിന്റെ സ്ക്രിപ്റ്റേ എനിക്ക് വിഷയമുള്ളൂ, അല്ലാതെ 75-35 എനിക്ക് ക്യൂരിയസ് ആയിരുന്നു. അതായത് ഈ റിലേഷൻഷിപ്പിന്റെ പബ്ലിക് റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആളുകൾക്കൊന്നും ആരും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ച് ഞാൻ കേട്ടില്ല. അതായത് കാരണം എല്ലാവർക്കും സംസാരിക്കാനുള്ള വിഷയം മമ്മൂക്ക ലാലേട്ടനാണ്. കാരണം അവരെല്ലാവരും ശ്രദ്ധിച്ച് ഞാൻ ഈ മഹേഷ് നാരായണൻ സിനിമ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ വേറെ കുറെ എലമെന്റ്സും പുള്ളി ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു കാണുമല്ലോ. ലാലേട്ടനെ കുറിച്ച് അല്ലാതെ ആ എലമെന്റ് എങ്ങനെ, ഈ എലമെന്റ്, പിന്നെ അതുപോലെ തന്നെ കുറെ എലമെന്റ്സ് ഈ സ്പൂൺ ഫീഡിങ് ഒരേ സമയം ഈ സിനിമയ്ക്ക് അത് സ്പൂൺ ഫീഡിങ് കുറവുമാണ്, എന്നാൽ ഒരുപാട് ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് ഡെൻസ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഇനിഷ്യലി എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. മമ്മൂക്ക മറ്റേ ആ ഫസ്റ്റ് വ്ലോഗ് ചെയ്യുന്ന സീനിലും ഒരുപാട് ഈ എക്സ്പോസിഷൻ ഒരുപാടുണ്ട്. അപ്പം അത് ഈ സാധനങ്ങളൊക്കെ ആളുകൾക്ക് എത്തണം. പിന്നെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് വാഴ 2-ലാണ് തോന്നിയത് ഈ പറയുന്ന ഒരു ഡയറക്റ്റ് ഓഡിയൻസിനോടൊരു ഉപദേശം കൊടുക്കുന്ന ടൈപ്പ് ഒരു സീക്വൻസ്. മറ്റേ ആ സീനിൽ നമ്മുടെ അൽഫോൺസ് പുത്രൻ സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മെസ്സേജിങ് ഉണ്ട്, ഇത് ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് ഈ ക്യാരക്ടർ വഴി പറയുന്നു എന്നുള്ള അതേപോലൊരു സംഭവം ഇതിനകത്തും തോന്നി. അതായത് ഇതിനെക്കുറിച്ച് മറ്റേ പെരിസ്കോപ്പ് എന്ന് പേരിട്ടിട്ട് ഈ പ്രൈവസി എന്ന എലമെൻ്റാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ പ്രൈവസിയുടെ ഏറ്റവും വലിയ സംഭവം എന്താണ്, നാണക്കേട്. അതായത് നമുക്ക് പബ്ലിക്കലി പ്രസൻറ്റ് ചെയ്യാൻ നാണക്കേട് ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ചൂഷണം ചെയ്ത ഒരു കമ്പനി വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ലോൺ അങ്ങനെ എന്തോ അല്ലേ, അടുപ്പിച്ച് 2 ലോൺ എടുപ്പിക്കുന്ന പടം കണ്ടു. നാണക്കേട് ലോൺ എടുപ്പിക്കുന്ന പടമാണ് അടുപ്പിച്ച് 2 കണ്ടത്. ഏത് മറ്റേത് കര. അപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആളുകളുടെ ശ്രദ്ധയൊന്നും അതിലേക്ക് പോവാത്ത രീതിയിലാണ് പടം ഹാൻഡിൽ ചെയ്തേക്കുന്നത്. നമ്മൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഒരാൾ ഉപദേശിക്കുന്നു, ഇടയ്ക്ക് മൊബൈൽ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് മമ്മൂക്ക. മൊബൈൽ റിവ്യൂ മറ്റേ പുള്ളിയ മൊബൈലിലെ എലമെന്റുകളെല്ലാം പീസ് ആക്കിയിട്ട് മറ്റേ ജെറി റിക്കവറി പോലെ പൊളിച്ച് ഇത് കണ്ടു. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത മൈക്രോഫോണ്, ക്യാമറ എല്ലാം എടുത്ത് കളഞ്ഞു. അത് ഈ പറയുന്ന പോലെ ഇപ്പം റിസർച്ച് ചെയ്യുമല്ലോ ഇങ്ങനത്തെ ഒരു. അപ്പോൾ ആ റിസർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം എനിക്ക് ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും അവതരിപ്പിക്കണം എന്നതിൻ്റെ റിസൾട്ടാണ് ആ സീനുകളൊക്കെ. പിന്നെ പ്രൈവസിയെക്കുറിച്ച് കുറച്ചധികം ചർച്ചകളുണ്ട്. അപ്പം ഇതൊക്കെ ആളുകൾ കാണുമെന്നുള്ള ഡൗട്ടുണ്ട്. ആളുകൾ ആദ്യത്തെ ഒരു 3 ദിവസമെങ്കിലും ആളുകൾ മമ്മൂക്ക മോഹൻലാലിന് വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഓഡിയൻസ് ഉണ്ടാകുമായിരിക്കും ഈ ബാക്കിയുള്ള എലമെൻറ്റ്സ് ശ്രദ്ധിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ. അത് വെച്ചിട്ടാണ് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഇത് എന്താണ്, ഇതിൻ്റെ എങ്ങനെയാവും ഇതിൻ്റെ റിസൾട്ട്, എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്.
ഈ തുടക്കത്തെ മറ്റേ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ രേവതി കുറച്ച് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരുന്നു. ഞാൻ നല്ലൊരു ഞാൻ ആക്ച്വലി ഇന്റർവ്യൂ കണ്ടപ്പോൾ വിചാരിച്ചു പുള്ളിക്കാരുടെ മെയിൻ റോളായിരിക്കും. പടം തുടങ്ങിയ ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ ക്യാരക്ടറിന്റെ കഥ തീർന്നു. അതെ. പിന്നെ അവർ യൂസ് ചെയ്തൊരു ഇന്റലിജന്റ് പരിപാടിയാണ്. 1-2 എലമെന്റ്സ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടി. പെരിസ്കോപ്പ് നമ്മുടെ ഫോണിൽ കയറി എന്നുള്ളതിന് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മളൊന്നുമില്ല ഈ ആപ്പ്, അങ്ങനെയല്ല. ഫോൺ ചാർജ് നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഫോണിൽ. അതേപോലെ തന്നെ മറ്റേ ആ ഒരു സ്ട്രോക്ക് വരത്തില്ലേ ഇടത്തെ സൈഡിൽ, അപ്പൊ അതിലൂടെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ യൂസ് ചെയ്യും പെട്ടെന്ന്. ഈ എക്സ്പോസിഷൻ സീനും ഉള്ള പടത്തിൽ തന്നെയാണ് ഇത്രക്കായിട്ടുള്ള പരിപാടികൾ. അപ്പൊ അത് ഒരു രണ്ടും ഉള്ള പടമാണ്. അതായത് ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത് കാണുന്ന ഓഡിയൻസിന് ഇവർ വന്നിരിക്കുന്നത് എല്ലാവരും ഈ പറഞ്ഞ പോലെ എനിക്ക് ഇച്ചിരി കാണിച്ചാൽ ഞാൻ ബാക്കി ഊഹിച്ചെടുത്തോളാം എന്നുള്ളതിനല്ല, ഇത് ആൾക്കാർക്ക് പറയേണ്ട ആവശ്യം ഉണ്ടല്ലോ. അല്ല, ഈ പറയുന്ന ഈ പെരിസ്കോപ്പിനെ കുറിച്ച് എനിക്കൊന്നൊരു 3-4 സീനിൽ പറയുന്നുണ്ട്. അതേ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ തന്നെ അത് ആക്ച്വലി എനിക്ക് മനസ്സിലായത് ഓർമ്മപ്പെടുത്തുക. ഈ ലെങ്ത് പടമല്ലേ, അതായത് ഇന്റർവെൽ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ഇതിനിടയ്ക്ക് മൊബൈലൊക്കെ എടുത്ത് റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കും, ആൾക്കാരുടെ ശ്രദ്ധകൾ പോകും. ആൾക്കാർ ചേട്ടാ സംബന്ധിച്ച് ആൾക്കാർ കോൺസെൻട്രേറ്റ് ഇരിക്കുന്നത് ചിലപ്പോൾ പെരിസ്കോപ്പിലായിരിക്കത്തില്ല, ഏതാ ഇവർ ബാക്കിയുള്ള ഏതെങ്കിലും എലമെന്റിലോ ഇപ്പം മമ്മൂക്കാട് ഈ ലാലേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അങ്ങനത്തെ ഇരിക്കുന്ന സമയത്ത് ഈ നമ്മൾ റിമൈൻഡ് ചെയ്യത്തില്ല ആൾക്കാരെ. അതേപോലെ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഇത് ബ്രീച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിനെ പറ്റി തന്നെ പറയുന്ന സാധനമുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് ഓർമ്മപ്പെടുത്തുവോ അല്ലെങ്കിൽ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് തോന്നിയില്ല. ചിലപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ അവരുടെ എനിക്ക് തോന്നുന്നു അവരത് ചെയ്യുന്നതിന്റെ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പം ഇത് ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ഈ പോയിന്റ് എത്തുമ്പോഴേ ചിലപ്പോൾ ഇവർ ഈ സാധനത്തെ പറ്റി ഒന്നുകൂടെ ഓർമ്മിച്ചേക്കാം, ഇവരിത് മറന്നു പോയാലോ എന്നുള്ളൊരു ചിന്തയിൽ ചെയ്താവാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഇനിഷ്യലി ചെയ്തില്ലായിരുന്നു. എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു. എന്തിനെ കുറിച്ചാണ്, എന്താണ് ഈ പെരിസ്കോപ്പ്, ആ സാധനമല്ലേ. നമ്മൾ ഈ മിഷൻ ഇമ്പോസിബിൾ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അവർ വളരെ ബേസിക് സാധനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തെന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ഒരു 1/4 ഭാഗം വരെ പറയത്തില്ല. ഇതുപോലൊരു പേരിട്ടേക്കും, ഒരു പെരിസ്കോപ്പ് എന്നോ എന്തെങ്കിലും ഒരു പേരിട്ട് അവസാനം വരുമ്പോൾ ആ ബോംബായിരുന്നു അത്രേ ഉള്ളോ. മറ്റേ ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളിലൊക്കെ എക്സ്പോസിഷന്റെ അയ്യരുകളിയായിരുന്നു, ഓർമ്മയുണ്ടോ? കണ്ടില്ലായിരുന്നല്ലേ നിങ്ങൾ? ലാസ്റ്റ് പടം കണ്ടിട്ടില്ല. അത് ഇതിനകത്ത് ഈ പറഞ്ഞ പടം തുടങ്ങിയ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് എനിക്ക് എത്രാമത്തെ എനിക്ക് 7 തോന്നുന്നു. ലാസ്റ്റ് എനിക്ക് 6 വരെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ കുറച്ച് 7 എന്തോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാ ഞാൻ 8. അതിനകത്ത് ലാസ്റ്റ് ഇതുപോലെ 10-15 മിനിറ്റ് എൻ്റെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞ് കുറേ നേരം, അതായത് ഒരു റീക്യാപ്പ് പോലെ ഫുള്ള് കഥ പറഞ്ഞ് തീർക്കുമ്പോഴത്തേക്കും നമ്മൾ ടയർഡാവും. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ഇതിലേക്ക് പോകുന്നത്. അത് ബേസിക്കലി ഒരൊറ്റ പടം എടുത്ത് വെച്ചാൽ സ്പ്ലിറ്റ് 2 പടമാക്കിയത് പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷെ അതുപോലെ അത് തന്നെ ആ ഒരു ഇപ്പം മിഷൻ ഇമ്പോസിബിൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അപ്പം അതിനകത്ത് നമുക്ക് കഥ ഭയങ്കര സിമ്പിളാണ്. ഒരു ബോംബ് പൊട്ടാപ്പോവാണ്, അത് നിർത്താൻ വേണ്ടി നമ്മുടെ നായൻ്റെ ഓട്ടമാണ് ആ ലൈൻ ഓഫ് സംഭവം. അതായത് ഒരു ടൈം ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഹോൾ പരിപാടി. അപ്പൊ പടത്തിന് തന്നെ നമുക്കറിയാം ഇത്ര സമയം കൂടെ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ നടക്കാതെ ഒരാളുടെ സഹായം അങ്ങനെ അപ്പൊ അതിൽ നമുക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ്, ഇത് എന്താവും. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. ഇതിങ്ങനെ കുറച്ച് അവരിങ്ങനെ എല്ലാരും കുറച്ച് പയ്യെ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇവര് റിലാക്സ് ആവും. അതെ, അപ്പൊ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് ഡെൻസ് ആയതുകൊണ്ട് നമ്മൾ കണ്ടിരിക്കും. അതായത് കുറച്ചധികം നടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പടത്തിൽ ചർച്ച ചെയ്ത് ഇങ്ങനെ പോവാണ്, സംസാരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ട് എന്താണ് ഇവർ പറയുന്നത്, എന്താ ഇവർ പറയുന്നത് അറിഞ്ഞ് ഇങ്ങനെ കേട്ടിരിക്കുന്നതുകൊണ്ട് 3 മണിക്കൂർ നമ്മളിങ്ങനെ ഇരുന്ന് അയ്യോ പടം മുമ്പോട്ട് നീങ്ങുന്നില്ലല്ലോ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പടം കണ്ട് തീരുകയാണ്. ബട്ട് കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓക്കേഷ് ഫിലിം എന്നുള്ള ഒരു മൂഡിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതാണ്. അതേപോലെ ഈ ഡയലോഗ് സീൻസിൽ എനിക്ക് 1-2 ഇഷ്ടപ്പെട്ടു. ഈ രേവതി മമ്മൂട്ടി ഇനീഷ്യൽ ഒരു സീക്വൻസിൽ അതിനകത്ത് ഇവരെ രണ്ടുപേരും ഒരുപാട് അനക്കാൻ പറ്റില്ല. അപ്പൊ ഈ ക്യാമറ ഇവിടെ വരും കുറച്ചധികം ക്യാമറയിൽ ഡയലോഗിൽ തന്നെ ഒരുപാട് സ്പ്ലിറ്റിൽ നടക്കും. അതേപോലെ തന്നെ പക്ഷെ മറിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ ദർശനയും കുഞ്ചാക്കോമുള്ള ഒരു കൺഫ്രണ്ടേഷൻ സീൻ ഉണ്ട്. അത് വലിയ കട്ടില്ല, 2-3 വളരെ അത് ഫുള്ള് എനിക്ക് പുള്ളിയുടെ ഈ ബ്ലോക്കിംഗ് അത് ഭയങ്കര രസമാണ്. അതായത് സീനിന്റെ ഇതനുസരിച്ചിട്ട് ആ ബ്ലോക്കിങ്ങിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ്. കാരണം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ ഇരുന്ന് ഇവർ സംസാരിക്കുന്ന സാധനങ്ങൾ കുറവാണ്, എന്തൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത്. ഈ ദർശനയുടെയും മടക്കുന്നുണ്ട് സാധനങ്ങൾ. അപ്പം നമ്മളത് കാണുമ്പം യൂഷ്വലി കുറേ പേര് ഒരുപാട് പേര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുക 2 പേര്, ഇവിടെ ക്യാമറ
ചിലപ്പോൾ റിക്വയർമെന്റ് ആയിരിക്കും. മമ്മൂക്ക രേവതി സീനൊക്കെ എന്ന് പറഞ്ഞാൽ അവര് എന്നിട്ടൊന്ന് രേവതി എഴുതി നടപ്പിച്ചു. അതാ പറഞ്ഞത്. അപ്പോൾ ആ സീൻ ആക്ച്വലി സീനിനകത്തൊരു ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ സീനകത്തും ഒരു ആക്ടിവിറ്റി നടക്കുകയാണ്, ക്യാരക്ടേഴ്സ് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് ക്യാരക്ടർ കൊണ്ട് വേറൊരു ക്യാരക്ടർ ഉണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ നമുക്ക് ക്യാമറ ഇവിടുന്ന് മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ ലുക്ക് മാറാൻ അതുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സീൻ കാണുമ്പോൾ ഒരു രസമുണ്ടാവും. രസമുണ്ടാവുന്ന സെൻസ് ഇങ്ങനെ ഭയങ്കര സ്റ്റാറ്റിക് ഫ്രെയിംസ് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ആ സീനകത്തൊരു ലൈവ്, ആ സീൻ കുറച്ച് ലൈവ് ആകുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കും. ഇപ്പം ഏതായിരുന്നു ഇൻസെപ്ഷൻ്റെ അകത്തല്ലേ മറ്റേ ആ ഒരു ഡ്രീമിനുള്ളിൽ ഡ്രീം അതല്ലേ ഇൻസെപ്ഷൻ അല്ലേ? അതെ. അപ്പൊ അതിനകത്ത് ഇവര് ഇനിഷ്യലി ആ ഒരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പൊ അത് വേണേ കണ്ടിന്യൂ അവിടെ ഇരുന്ന് തന്നെ മൊത്തം പറയാം. പക്ഷെ അതല്ലാതെ നടന്ന് ഏറ്റവും വലിയ ഇങ്ങനെ ഈ സാധനം എക്സ്പ്ലെയിൻ ചെയ്ത് പോയി ഓരോ. അപ്പൊ നമുക്കിങ്ങനെ ഇവര് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ കണ്ട് നമ്മൾ വണ്ടർ അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം അവൻ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് അവന്റെ ബോഡി ലാംഗ്വേജ്. പക്ഷെ അങ്ങനെയുള്ള സീക്വൻസസ് ഈ എക്സ്പോസിഷനും കാര്യങ്ങളും ആ പടം മുഴുവൻ എക്സ്പോസിഷൻ, ആ പടം എക്സ്പോസിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സീക്വൻസസ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, അങ്ങനെ കോൺവെർസേഷൻ സീൻ വന്നേ പറ്റത്തുള്ളെങ്കിൽ എങ്ങനെ അത് എഴുതി കുറച്ച് ലൈവ് ആക്കാം എന്നുള്ള. അതെ. ഈ എക്സ്പോസിഷൻ ഈ പറഞ്ഞ ഈ ഒരു വിത്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ ഒരു പ്രോപ്പർ എക്സ്പോസിഷൻ പോലെ ഫീൽ ചെയ്യാതെ നമുക്കത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് ഇപ്പം നമ്മളിപ്പോൾ എക്സ്പോസിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ ആദ്യം എക്സ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം എഴുന്നേറ്റ് നടക്കണ അത് കാരണം നീയൊക്കെ ചുമ്മായിരുന്നു ഒരു ക്യാമറ വെച്ചോണ്ട് വെറുതെ ഇരുന്ന് പറയില്ലേ നിങ്ങൾക്ക് എന്ത് ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കട്ട്സ് കാര്യങ്ങളോ ഒരു ആക്ടിവിറ്റി ഇല്ല, വെറുതെ ഇരിക്കുകയാണ്. നിങ്ങളിത് ചെയ്യും എടാ നമ്മൾ സിനിമ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ സിനിമയുടെ ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ പേഴ്സണലി അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും ഈ ഒരു സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഇത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഓരോ ഫിൽം മേക്കേഴ്സിന്റെ ബയാസുകൾ. നമുക്ക് എനിക്ക് നറേഷൻ ഇഷ്ടമല്ല പൊതുവെ. അതെ, പുള്ളിക്ക് ഇഷ്ടമല്ല. അത് എപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ടല്ലോ, ഒരു വോയിസ് ഓവർ നരേഷൻ പുള്ളിക്ക് ഇഷ്ടമല്ല. ഇതിനകത്ത് ഇനിഷ്യലി കുറച്ച് നേരം അത് ഉണ്ടായിരുന്നു, പിന്നെ അത് ഇല്ല. ഞാൻ വിചാരിച്ച ആ നരേഷൻ എവിടെയെങ്കിലും ചിലപ്പോൾ പുള്ളി വീഡിയോ എടുക്കുന്നതിനകത്ത് പറയുന്നതായിരിക്കും, പിന്നെ അവിടെ പോയി കണക്ട് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഒരു നോർമൽ നരേഷൻ തന്നെ ആയിട്ട് മാറി. ഈ പറയുന്നല്ലോ വ്ളോഗിംഗ് എന്ന് പറഞ്ഞ സെറ്റപ്പും കുറച്ചധികം യൂസ്ഡ് ആണ്. ബട്ട് അത്ര വെറുപ്പുള്ളൊരു ഈ എക്സ്പോസിഷൻ പറയാൻ വ്ളോഗ് ചെയ്യുക, ഒരു ക്യാരക്ടർ വന്ന് വ്ളോഗ്. ഇപ്പം ലൂസിഫറിനകത്തുണ്ട് നമ്മുടെ ഇന്ദ്രജിത്ത് വ്ളോഗിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ എക്സ്പോസിഷൻ മുഴുവൻ അതിനകത്തൂടെയാണ് പറയുന്നത്. അവതാറിലുണ്ട്. അങ്ങനെ അതൊരു കോമൺ ടെക്നിക്കാണ്. ബട്ട് അത് യൂസ് ചെയ്യുന്ന ഇതിനകത്ത് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നിയില്ല. ഇത് വളരെ അവിടെ ഇവിടെയൊക്കെ അത് ഒരുപാട് സമയം നമ്മളെ അങ്ങനെ അത് കാണിക്കുകയും. അപ്പം ഇതിനകത്ത് ബേസിക്കലി ഇതിൻ്റെ ഫിൽം മേക്കിങ്ങിൽ ഒരുപാട് നല്ല പരിപാടികളുണ്ട്. സ്ക്രിപ്റ്റിൽ പോലും നല്ല കുറച്ച് സീൻസ് ഉണ്ട്. ബട്ട് ഈ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ടൈറ്റ് ആക്കാം എന്ന് തോന്നിയതാണ് എനിക്ക് മെയിനായിട്ടുള്ളൊരു ഇത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഈ വലിയ സ്റ്റാർസ് അല്ലായിരുന്നെങ്കിൽ ഇത്രയധികം നെഗറ്റിവിറ്റിയും ഇതിന് വരേണ്ട കാര്യമില്ല. ഇപ്പം ഞങ്ങളിപ്പം ഞാൻ ഉച്ചയ്ക്ക് കണ്ടു, ഇപ്പം രാവിലെ കണ്ടു. അപ്പോൾ അതിലൂടെ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ വന്ന റിവ്യൂസ് നമ്മൾ നോക്കുമല്ലോ, നമ്മുടെ അഭിപ്രായമായിട്ട് എന്തെങ്കിലും അലൈൻ ആവുന്നുണ്ടോ. അപ്പം നമ്മൾ കണ്ടപ്പോൾ കുറച്ചധികം മിക്സ്ഡ് ആയിട്ടാണ് റിവ്യൂസിലും ഈ പറഞ്ഞ തിയേറ്റർ റെസ്പോൺസിലാണെങ്കിലും മിക്സ്ഡ് റെസ്പോൺസ് ആണ് കൂടുതലും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ് അതിന് റീസൺ എന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എന്താണോ തോന്നിയത് അതാണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ മാത്രം ഒപ്പീനിയനാണ്. ഇപ്പോൾ ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാതിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ എൻജോയ് ചെയ്തു ഇവർ രണ്ടുപേരും എന്ന് പറയുന്നതും അതും ശരിയാണ്. അത്രേ ഉള്ളൂ. ഫഹദിന്റെ മറ്റേ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ പോയില്ല. അപ്പം ഫേസിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ബിയേർഡ് റിമൂവൽ അത് ഇതാണോ ഒരു ഷോട്ടിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അല്ല, പുള്ളി എല്ലാ ഷോട്ടിലും ഇറങ്ങി വരുന്ന ഷോട്ട് അങ്ങനെ. അപ്പം മറ്റേ തുടക്കം കണ്ടപ്പോൾ മറ്റേ പണ്ട് സൂപ്പർമാന്റെ പക്ഷെ അതിങ്ങനെ ആളുകളുടെ ഇടയിലൂടെയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് ഒരു ഷോട്ട് കണ്ടപ്പോൾ എനിക്കിത് ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ചു പുള്ളിക്ക് താടി പഠിക്കൂലോ പുള്ളി. പക്ഷെ എനിക്ക് ഏതോ ഒരു ഷോട്ട് കണ്ടപ്പോൾ ഞാൻ ഇത് മറ്റേ CG എന്തെങ്കിലും റിമൂവ് ചെയ്യുന്ന. അതെ, ഇങ്ങനെ കുറച്ചൊരു ചെറിയ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അല്പം ഫേസിൽ ഇത് ചെയ്യുമല്ലോ, യങ്ങർ വേർഷൻ ക്രിയേറ്റ് ആക്കാൻ വേണ്ടി. എങ്ങനെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വലിയ ഡിഫറൻസ് ഇല്ല. എന്നാലും മറ്റേ മമ്മൂക്ക ഇനിഷ്യലി പറയുന്നത് DRW. അപ്പം തുടക്കം തന്നെ മമ്മൂക്കയ്ക്ക് എന്ത് സാധനങ്ങളും വലിയ സെക്യൂരിറ്റി ചെക്കിൻ ഇല്ലാതെ അകത്തോട്ട് കൊണ്ടുവരാമെന്ന് കാണിക്കുന്നുണ്ട്. മദ്യം,
പിന്നെന്തോ ഒരു പെൻഡ്രൈവ് ഒക്കെ. പക്ഷെ ഇവിടുന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്ന സാധനം പുള്ളി കുറച്ചധികം ബുദ്ധി ഉപയോഗിച്ച് മറ്റേ വേസ്റ്റ് കളയുന്നു, പിന്നെ വേസ്റ്റ് ചെയ്ത് പോയിട്ട് അങ്ങനെയുള്ളൊരു സംഭവം. അത് എന്താ എനിക്ക് മനസ്സിലായില്ല. അത് അങ്ങനെ ഒരു ഫോണിന്റെ എന്തോ ഒരു പീസല്ലേ ഫോണിനകത്ത് ഇന്റർനെറ്റിൽ എന്തോ സാധനം ഒരു കട്ട് എടുത്തിട്ട് അത് പുള്ളി ഒരു പേപ്പർ ചുറ്റി മറ്റേ വേസ്റ്റ് ബിന്നിലിടും. അത് പിന്നെ പുള്ളി അവിടെ നിന്ന് പുറത്ത് പോകുമ്പോഴത്തേക്ക് വേസ്റ്റ് ബിന്നെ അതൊന്ന് തപ്പി എടുത്തോണ്ട് പോകുന്നു. അപ്പോൾ എനിക്കത് അതെന്താ ആ സാധനം ഉദ്ദേശിച്ചത് എനിക്ക് അതിന്റെ ഡേറ്റയാണ് മറ്റേ ആ കടയിൽ കൊണ്ടുപോയി എടുക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എനിക്ക് മനസ്സിലായില്ല. കാരണം പുള്ളിക്ക് ഭയങ്കര ആക്സസ് ഉണ്ട്. പുള്ളി ആ സെക്യൂരിറ്റി, അതേ സെക്യൂരിറ്റി തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി കണ്ടാൽ തന്നെ പുള്ളിയെ കണ്ണോ കാണിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പുള്ളി പിൻവാതിൽ കൂടെ സാധനം കൊടുക്കും. അതെ, അല്ല ഒരു നല്ല സാധനം ഉണ്ട് അതിനകത്തൊരു എഡിറ്റിൽ. അതായത് പുള്ളി ഇങ്ങനെ കണ്ണ് കാണിച്ച് ഈ സാധനം ഈസി ആയിട്ട് അകത്തോട്ട് കയറ്റിയിട്ട് ഉള്ള ഒരു ടോപ്പ് ഷോട്ടിനകത്ത് DRW എന്നാണ് എഴുതി കാണിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ്റെ അകത്താണ് ഈ പരിപാടി നടക്കുന്നത്. സോ അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി പേട്രിയോട്ട് സിനിമയെ പറ്റി സംസാരിക്കാനുള്ളത്. സോ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ. ഇതൊരു വാച്ചബിൾ ഫിലിമാണ്, ഒരു ഡീസൻറ്റ് വാച്ചുള്ള പടമാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്. നിങ്ങൾ കണ്ടാണ് ഇത് വിലയിരുത്തേണ്ടത്. ഇത് നല്ലതാണോ മോശമാണെന്ന്. റിവ്യൂസ് എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു ഒപ്പീനിയൻ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന്. അതിനുശേഷം വന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അതുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിങ്ങൾക്കത് കമൻറ്റിൽ പറയാവുന്നതാണ്. സോ അപ്പം നമുക്ക് മറ്റൊരു പടത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും വരാം.